നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കള്ളനും പോലീസും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ്. പക്ഷേ കേരള പോലീസിൽ ഇരുവരും ചേർന്ന് നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് ഈയിടെ നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത്. പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവർ വെറും കള്ളന്മാരല്ല, അതുക്കും മേലെയാണ്. അവർക്ക് സ്വന്തമായി കള്ളക്കടത്ത് സംഘമുണ്ട്, പൊട്ടിക്കൽ സംഘമുണ്ട്. അവർ ലഹരിക്കടത്തിന് ഒത്താശ ചെയ്യുന്നു. കടത്ത് രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് അറിയുമ്പോൾ ചിലരെ നിഗ്രഹിക്കുന്നു, കുഴിച്ചുമൂടുന്നു. പോലീസ് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കള്ളക്കടത്തുകാർക്കും കൊലപാതകികൾക്കും ഒത്താശ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവരായി മാറുന്നു എന്നത് സമൂഹത്തിന് ഭീഷണിയാണ്. അങ്ങേയറ്റം ആകുലതയോടെ മാത്രമേ ഇതിനെ നോക്കിക്കാണാനാവൂ. നമുക്ക് പരിശോധിക്കാം. പോലീസും കള്ളനോ? റിട്ടയർഡ് SPN സുഭാഷ് ബാബു, BJP വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇടതുമുന്നണി നേതാവ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒരിക്കൽ കൂടി പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, പോലീസ് ഏത് കള്ളൻ ഏത് എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ ശരിയല്ലേ? അത് വളരെ കറക്റ്റാണ് നമ്പേര് പറഞ്ഞത്. കാരണം നമ്മൾ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരായാലും സിവിൽ സർവീസ് സർവന്റ് ആയാലും IAS-കാരായാലും ചീഫ് സെക്രട്ടറി പോലെ ക്ലാർക്ക് വരെയുള്ളവരായാലും ഒരു 75-80% പേര് നല്ലവരാണ്. ബാക്കിയുള്ളവർ വെറും കൊള്ളരാത്തവരാണ്. എന്റെ ഒരു ബന്ധുവിനെ തന്നെ വീട്ടിൽ കയറി ഒരു സ്ത്രീയെ കിട്ടിയ സംഭവത്തിന് ചാർജ് ഷീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സുഭാഷ് ബാബു സാർ, ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ചവറിൽ എഴുതൊരു CIക്ക് ഞാൻ ചെന്നങ്ങനെ ചീത്ത വിളിച്ചിട്ടുണ്ട് ഓഫീസിൽ വന്ന് ചാർജ് കൊടുക്കാതെ വെച്ചു. അപ്പൊ പിന്നെ അങ്ങനെ ആ വീട്ടിൽ കയറി ഒരു സ്ത്രീ വിട്ടിയ കേസാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ അന്വേഷിച്ചപ്പോ അദ്ദേഹം വലിയ കൈക്കൂലിക്കാരനാണ്. അപ്പൊ ഇവർക്കൊക്കെ കാശ് കൊടുത്തെങ്കിലേ ചില ഓഫീസർമാർ ചെയ്യും. ചിലർ 10 പൈസയും വാങ്ങിക്കാതെ ചെയ്യുന്ന നല്ല കുറെ ഓഫീസർമാർ. ചവറ CI ഓഫീസിൽ കയറി ഞാൻ അയാളെ ചീത്ത വിളിച്ച. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത്, നല്ലവരായ ഓഫീസർമാരും ഉണ്ട്, ചീത്ത ഓഫീസർ. നമ്മളെല്ലാവരും ആരും ഇത് കാണരുത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ആസാം സ്വദേശി ഒരു പെൺകുട്ടിയെ കാണാതായി. വളരെ പെട്ടെന്ന് പോലീസ് ആക്ട് ചെയ്തു. നിങ്ങൾ മാധ്യമങ്ങളെല്ലാം സഹായിച്ചു. 2 ദിവസം കൊണ്ട് ആ പെൺകുട്ടിയെ കണ്ടു. പക്ഷെ മലപ്പുറത്ത് നിന്നും മാമി കാണാതെ, കോഴിക്കോട് വർഷങ്ങൾ കഴിഞ്ഞ് PV അൻവർ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്ന ഒരാൾ കാണാതെ പോയി എന്നത്. പോലീസ് ആക്ട് ചെയ്തതേ ഇല്ല, യാതൊന്നും ചെയ്തില്ല. അപ്പൊ അതിന്റെ പിന്നിൽ വളരെ നിഗൂഢമായ ചില രഹസ്യങ്ങളുണ്ട്. ആരെയൊക്കെ മറച്ചു വെക്കുന്നു. അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ പൊതുപ്രവർത്തകർ അറിഞ്ഞില്ല, പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല, 2-3 പേരായിട്ട് അത് മറച്ചു വെച്ചു. ഒരു വർഷമായിട്ട് ഒന്നും വന്നില്ല. അയാള് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകനല്ല, ഒരു റിയൽ എസ്റ്റേറ്റ് ഉടമയാണ്. ഇപ്പോൾ അതിന്റെ പിന്നിൽ നമ്മൾ ചർച്ച വരുന്ന ADGP അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരെ പോലെ, അല്ലെങ്കിൽ സുജിത് ദാസിനെ പോലെയുള്ള കൈക്കൂലി കിട്ടിയെങ്കിൽ 3 കാര്യങ്ങളാണ്. ഒന്നുകിൽ പണം, അല്ലെങ്കിൽ സ്വർണം, അല്ലെങ്കിൽ മദിരാക്ഷി. ഈ 3 കാര്യങ്ങളിലാണ് ഈ പോലീസ് ഓഫീസർമാർ പലരും അടിക്കണത്. കൊല്ലം റെസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു വനിതാ ഓഫീസർ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായിട്ടിരിക്കുമ്പോൾ ആശ്രാമം ഗസ്റ്റ് ഹൗസിൽ വെച്ച് 2 DYSPമാരും 2 സീനിയർ നടിമാരുമായിട്ട് കൂടുന്നു ആരോ റിപ്പോർട്ട് കൊടുത്തു. സിറ്റി പോലീസ് കമ്മീഷൻ അന്വേഷിക്കാൻ വന്നു. ആ കൂടെ വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മെസ്സേജ് കൊടുത്തു, ഞങ്ങൾ വരുന്നു മാറിക്കൊള്ളാൻ. അദ്ദേഹം ഇപ്പൊ SP റാങ്കിൽ ഇരുന്ന് പെൻഷൻ പറ്റി കൊല്ലത്ത് പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ്. അപ്പൊ ഞാനിത് പറഞ്ഞത്, ഇവരിങ്ങനെ അദ്ദേഹം കൈക്കൂലി വാങ്ങിക്കത്തില്ല, അദ്ദേഹത്തിന് ഇതൊരു ദൗർബല്യമായി. ഇങ്ങനെ കുറെ അധികം പേരുണ്ട്, നല്ലവരായ ഉദ്യോഗസ്ഥരെ പോലും നാണം കെടുത്തുന്ന ഗവൺമെന്റിനെ. അത് ഏത് ഗവൺമെന്റ് ആയാലും, LDF ആയാലും അത് UDF ആയാലും, കേരളത്തിൽ BJP വന്നിട്ടില്ല, അവരായിരുന്നാൽ പോലും നാണം കെടുത്തുന്ന കുറെ അധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരാണ് ഗവൺമെന്റുകളെ പോലും അവർക്ക് താറയിറക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ ഈ ഗവൺമെന്റിനെതിരെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം ADGPയുടെയും ഒരു IPS ഓഫീസറായ സുജിത് ദാസിന്റെ ഒക്കെ പേരുള്ള ആരോപണങ്ങൾ. ഇത് പലതും ഗവൺമെന്റിൽ നിന്ന് പോലും അവർ ഹൈഡ് ചെയ്തു. കാര്യം നമുക്കറിയാം, ഈ മാമി തിരോധാന കേസിൽ തന്നെ അന്വേഷണം വന്നപ്പോൾ പറഞ്ഞത് ആർക്കാണ്? DGP നേരിട്ട് പറഞ്ഞിരുന്നു, അത് ADGP അറിയിക്കരുത്, എനിക്ക് റിപ്പോർട്ട് ചെയ്യണം, ഞാൻ വഴി ഹോം സെക്രട്ടറി വഴി മുഖ്യമന്ത്രിക്ക് കൊടുക്കാം. പക്ഷെ അത് ലംഘിച്ചുകൊണ്ട് ആ 2 പോലീസ് ഉദ്യോഗസ്ഥര്, അവിടുത്തെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഒന്ന് അവിടെ 2 പേരുടെ പേര് എന്റെ കയ്യിലുണ്ട്, ഒന്ന് ശശിധരൻ, ഒന്ന് കമ്മീഷണർ നാരായണൻ. ഇവർ നേരിട്ട് ADGPക്ക് റിപ്പോർട്ട് കൊടുത്തു ഈ മാമി തിരോധാന കേസിൽ. ഇപ്പോൾ അവരെ മാറ്റി, ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഉത്തരമേഖല IG പ്രകാശും ഒരു DYSP പ്രേമന്റെ കീഴിലുള്ള ടീമാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്. നമ്പ്യാരെ, ഇതൊന്നും ഒരു പൊളിറ്റിക്സ് അല്ല. ഇത് എന്തൊക്കെയോ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ കാണിക്കുന്ന ഈ സ്വർണ്ണക്കടത്ത് കേസ്, സ്വർണ്ണം പൊട്ടിക്കൽ കേസ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, വിശേഷിച്ച് ബോംബെ കേന്ദ്രീകരിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ അധോലോക പ്രവർത്തനങ്ങൾ നടന്നത്. ഇപ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കുറെ അധികം നടക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് മാത്രമല്ല അതിന്റെ ഉത്തരവാദിത്വം.
ഇതിനകത്ത് നമുക്കറിയാം, ഞാൻ അത് രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല. എയർപോർട്ട് ആയാലും കസ്റ്റംസ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണ് വരുന്നത്. അവരുടെ കുഴപ്പമല്ലോ. പലപ്പോഴും ഒന്നും അന്വേഷിക്കാൻ കഴിയാതെ എയർപോർട്ട് വഴിയോ കസ്റ്റംസ് വഴിയോ അവർ പരിശോധനയ്ക്ക് വിധേയമാകാതെ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള സ്വർണം പുറത്തേക്ക് വരുന്നു. ഇത് പരിശോധിക്കേണ്ട എയർപോർട്ട് അതോറിറ്റി കസ്റ്റംസുമാണ്. അത് പുറത്ത് വെച്ച് കേരള പോലീസ് പിടിക്കുന്നു. എന്താ ഇതിന്റെ പിന്നിൽ രഹസ്യം? അപ്പോൾ എയർപോർട്ട് അതോറിറ്റിയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കേരള പോലീസും ചേർന്ന് നടത്തുന്ന ചില രഹസ്യങ്ങളാണ്. അതാണ് പി വി അൻവർ പുറത്തുവിട്ടത്. പി വി അൻവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിനും ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും, മുഖ്യ രാഷ്ട്രീയ പാർട്ടിക്കായാലും CPI-ക്കായാലും ഞങ്ങൾ ഘടകകക്ഷികളിലെ അദ്ദേഹത്തിന്റെ പല പ്രവർത്തനം കൊണ്ട് എതിർപ്പുണ്ടെങ്കിൽ പോലും വളരെ നിഗൂഢമായ പോലീസിലെ കുറേയധികം രഹസ്യങ്ങൾ പുറത്തു വരാൻ സഹായിച്ചത് പി വി അൻവറിന്റെ വെളിപ്പെടുത്തലാണ്. വെളിപ്പെടുത്തിയ വ്യക്തിയുടെ സ്വഭാവം നമ്മൾ പരിശോധിക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിന് ചില നെഗറ്റീവ് അഡ്വക്കേറ്റ് ബലദേവ് താങ്കൾ പറയുന്നതിനോടൊക്കെ യോജിക്കുന്നു. പക്ഷേ എങ്കിലും എന്തുകൊണ്ട് ക്രമസമാധാന ചുമതല ഉള്ള ADGP MR അജിത് കുമാർ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നു? നോക്കൂ, DGP പലവട്ടം പറഞ്ഞു, ഇടതുമുന്നണിയിലെ പല ഘടകകക്ഷികളും അവരുടെ എതിർപ്പ് അറിയിച്ചു. എന്നിട്ടും MR അജിത് കുമാർ ഇപ്പോഴും ADGP ലോ ആൻഡ് ഓർഡർ ആയിട്ട് തുടരുന്നു. എന്തുകൊണ്ട്? ആരാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റുന്നില്ല? അത് ഞാനും അത് അഡ്മിറ്റ് ചെയ്യുന്നു. അത് തെറ്റായ ഒരു കാര്യമാണ്. ഞാൻ ഒരു ഘടകകക്ഷിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെതായിട്ടുള്ള പ്രധാന ഘടകകക്ഷി CPI ആണല്ലോ. അവരും പറഞ്ഞു, മറ്റു നേതാക്കന്മാർ എല്ലാവരും പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അന്ന് അവിടെ പറഞ്ഞൊരു കാര്യം, ഇത് DGPയുടെ നേതൃത്വത്തിൽ DGPയുടെ ഉത്തരവാദിത്വത്തോടെ ഒരു സംഘം അന്വേഷിക്കുന്നു. 30 ദിവസമാണ് അവർക്ക് റിപ്പോർട്ട് നൽകാനായിട്ട് കൊടുത്തിരിക്കുന്ന സമയം. അല്പം കൂടെ വെയിറ്റ് ചെയ്യും. 30ാമത്തെ ദിവസം കൃത്യമായിട്ട് രേഖകൾ കിട്ടിയാൽ നടപടിയുണ്ടാവും. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഗവൺമെന്റ് ആ കാര്യത്തിൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ADGP മാറ്റാത്ത കാര്യം തെറ്റാണ്. ആ ആരോപണ വിധേയനായ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇതിലെ ഷെയ്ഖ് ദർവേഷ് സാഹിബ് DGP അദ്ദേഹം മാത്രമാണ് അജിത് കുമാറിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അല്ലേ? ബാക്കിയുള്ളവരൊക്കെ നോക്കൂ, IG, DIG, SP റാങ്കുകളിലുള്ളവരാണ്. ആരെങ്കിലും സർവീസിലിരിക്കെ ADGP ലോ ആൻഡ് ഓർഡറിന് എതിരെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല കൊടുക്കാം. അതിനകത്ത് അർത്ഥമൊന്നുമില്ല. അതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മാമി തിരോധാന കേസിൽ ഗവൺമെന്റിന് സ്പെഷ്യൽ ഓർഡർ ഇട്ട് 2 ദിവസത്തിന് ബോർഡർ ഇറക്കി. ഡയറക്റ്റ് അത് അന്വേഷിക്കുന്ന ആ ഉത്തരമേഖല IG-യും SP-യും പ്രകാശും അതുപോലെ തന്നെ പ്രേമനും, DYSP ആണ് പ്രേമൻ, ഇവർ രണ്ടുപേരും DGPക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പ്രത്യേകിച്ച് ആ ഓർഡറിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. അതാണ് ഗവൺമെന്റ് പറഞ്ഞത്. ഒരിക്കലും ADGPക്ക് റിപ്പോർട്ട് ചെയ്യണം. നേരത്തെ ഇരുന്ന രണ്ടുപേരും, ഈ ശശിധരനും നാരായണനും, DGPയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ADGPക്ക് റിപ്പോർട്ട് കൊടുത്തു. അതാണ് അൻവർ പറഞ്ഞു ഇവിടെ ഒരു സൂപ്പർ DGP ഉണ്ട് എന്നൊക്കെ. അങ്ങനെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും നമുക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ട് അജിത് കുമാറിന് അദ്ദേഹത്തിൻ്റെതായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഒരു സംഘമുണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്. അതാണല്ലോ നേരത്തെ തന്നെ DGP അതിലുള്ള അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ സൂപ്പർ DGP ആയിട്ട് ഇരിക്കുന്ന ആളാണ് MR അജിത് കുമാർ. അതെല്ലാവർക്കും, സേനയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി, P ശശിയുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന വ്യക്തി. അദ്ദേഹമാണ് സൂപ്പർ DGP. നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ച സമയത്ത് പോലും ഈ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്, സംസ്ഥാന പോലീസ് മേധാവി, അദ്ദേഹം ഇങ്ങനെ നോക്കുകുത്തിയായിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിന് പതിച്ചു നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം നമ്മളാരും ചെയ്യുന്നത് തെറ്റല്ല. കേൾക്കുന്നുണ്ടോ? എനിക്കൊരു സംശയം പോലെ തോന്നുന്നു. കേൾക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അൻവർ ഒരു കാര്യം വെളിപ്പെടുത്തി. നിങ്ങൾ ആരും അത് ചർച്ചക്കെടുത്തെന്ന് എനിക്കറിഞ്ഞില്ല. ഫോൺ ടാപ്പിംഗ്, അത് ഇന്റർസെപ്ഷൻ എന്നാണ് പറയുന്നത്. ഞാൻ ഫോൺ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അദ്ദേഹം 3-4 പേരുടെ പേരും പറഞ്ഞു. ഫോൺ ടാപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഫോൺ ടാപ്പിങ്ങിന് ഇന്ത്യയിൽ ഇന്ത്യയുടെ അനുസരിച്ച് സെക്ഷൻ 5 അനുസരിച്ച് ഫോൺ ടാപ്പ് ചെയ്യാം. പക്ഷെ അങ്ങനെ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഹോം മിനിസ്റ്ററുടെ ഓർഡർ വേണം, അല്ലെങ്കിൽ കോർട്ടിന്റെ ഓർഡർ വേണം. എന്താ? പബ്ലിക് സേഫ്റ്റി ഇത് ബാധിക്കുന്നു. അതാണ് അണ്ടർ സെക്ഷൻ 5 പറയുന്നത്. അതുപോലെ തന്നെ അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഈ ടെലിഗ്രാഫിക് ആക്ട് സെക്ഷൻ 26 അനുസരിച്ച് അയാൾ പണിഷബിൾ ആണ്. 3 വർഷം വരെ ശിക്ഷിക്കാം, 2 ലക്ഷം രൂപ. ഇപ്പോൾ BJP ഗവൺമെന്റ് 2023 ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നൊരു ബില്ല്, പക്ഷെ അത് ആക്ട് ആയില്ല. 2 കോടി രൂപ വരെ ആക്ട് ഉയർത്തി. PUCL വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് സുപ്രീം കോടതി 2013 ഒരു പറഞ്ഞൊരു കേസാണ്. അതിനകത്ത് പറഞ്ഞെന്താ? ഫോൺ ടാപ്പിംഗ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 19(2) ഇതിന്റെയൊക്കെ വയലേഷൻ ആണ്. ഒരു കാരണവശാലും ഫോൺ ടാപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഒരാൾ സ്വയം ഞങ്ങളുടെ MLA തന്നെയാണ് സ്വയം ഏറ്റിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇന്ത്യൻ ടെലിഗ്രാഫിക് ആക്ട് അനുസരിച്ചും സുഭാഷ് ബോൾസാൻ അറിയാം, അത് ദുരുപയോഗം ചെയ്ത് കള്ളക്കേസ് എടുത്താൽ IPC 211 ഇപ്പോഴത്തെ BNS 248 തെറ്റായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് കള്ളക്കേസ് എടുത്താൽ ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആർക്കെതിരെയുമായിട്ടും കേസെടുക്കാം. അപ്പോൾ ഇത് വളരെ വ്യക്തമായൊരു നിയമമാണ്, അഡ്മിഷനാണ്. അവിടെ പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും വേണ്ട, ഞങ്ങളുടെ MLA തന്നെയാണ്. പക്ഷെ ഇവിടെ പലരും പോലീസ് ഉദ്യോഗസ്ഥരും പലരും ടാപ്പ് ചെയ്തതായിട്ട് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി. അപ്പൊ വളരെ അങ്ങേയറ്റതൊരു കുറ്റമാണ്. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, കൊഗ്നൈസബിൾ ആണ്, 3 വർഷം വരെ ശിക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ BJP ഗവൺമെന്റ് അത് ബില്ല് കൊണ്ടുവന്നെങ്കിൽ 2013 ബില്ല് കൊണ്ടുവന്നെങ്കിൽ അത് പാസ്സായിട്ടില്ല. 2 കോടി രൂപ വരെയാണ് BJP ഗവൺമെന്റ് കൊണ്ടുവന്നൊരു ബില്ലെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെയധികം കുറ്റകരമായ ഒരു കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് അതിന്റെ ശരിയായ ദിശയിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. വളരെ ശക്തമായ നിലപാടിലാണ് പോകുന്നത്. മാമി തിരോധാന കേസായാലും തുടർന്നുള്ള അന്വേഷണങ്ങളായാലും ഇപ്പൊ PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളെല്ലാം വ്യക്തമായിട്ട് അന്വേഷിക്കും. ഒരു കാര്യം നോക്കിയുള്ളൂ, ഇന്നത്തെ ദിവസം തൊട്ട് കുറിച്ചിട്ടുള്ള നമ്പ്യാർ ഞാൻ പണ്ടൊരിക്കലും 2 കാര്യങ്ങളിൽ കൊല്ലത്തൊരു PDP പ്രവർത്തക പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസുകാരെ കൊണ്ടുവന്ന ഒരു പട്ടാളക്കാരെ കൊണ്ടുവന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞതാണ് കുറിച്ചിട്ടുള്ളൂ. ഒരു 30 ദിവസത്തിനകം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ADGPക്കെതിരെ അടുത്ത ഒക്ടോബറിൽ ചർച്ച ചെയ്യുമ്പോൾ നടപടി ഉണ്ടായിരിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ആ രീതിയിൽ ഇടതുപക്ഷ മുന്നണി ശക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട്. യെസ്, TP ജയേന്ദ്രൻ മാസ്റ്റർ, അജിത് കുമാറിനെ മാറ്റാത്തതിനെ ഇടത് സഹയാത്രികനായ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ അദ്ദേഹം വിമർശിച്ചു. ആ നിലപാട് ശരിയല്ല. ഇടതു മുന്നണിയിലെ ഘടകകക്ഷികൾക്കും സമാനമായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ശരിയാണോ അത്? അന്വേഷണം ശരിയായ ദിശയിൽ പോകുമോ? ADGP MR അജിത് കുമാർ ആ സ്ഥാനത്ത് തുടരുന്ന കാലത്തോളം അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകുമെന്ന് കരുതുന്നുണ്ടോ? കൃത്യമായിട്ട് അദ്ദേഹത്തിന് പലതും ചോർന്ന് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് വിങ് ഉണ്ട്. ആ വിങ് ഉള്ള കാലത്തോളം ADGP MR അജിത് കുമാർ ആ സ്ഥാനത്ത് ഇരിക്കുന്ന കാലത്തോളം സ്വതന്ത്രമായ ഒരു അന്വേഷണം, സുതാര്യമായ ഒരു അന്വേഷണം നടക്കുന്ന താങ്കൾ കരുതുന്നുണ്ടോ? നമ്പ്യാരെ, ശ്രീ സച്ചിദ് ബലാൻ സാറിന്റെ സത്യസന്ധതയെയും ആത്മാർത്ഥതയെയും നിഷ്കളങ്കതയെയും ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുഭാപ്തി വിശ്വാസത്തെയും ഞാൻ നല്ല അർത്ഥത്തിൽ തന്നെ കാണുന്നു. അത് അങ്ങനെ ആയിത്തീരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. പക്ഷേ ഇവിടെ ഇടതുപക്ഷ സഹയാത്രികർക്കും ഇടതുപക്ഷ നേതാക്കന്മാർക്കും ഘടകകക്ഷികൾക്കും ഭരണപക്ഷിയിൽ പ്രധാന കക്ഷിയായ CPM-നെ തന്നെ ഒരു നല്ല വിഭാഗവും അതൃപ്തരാണ്. അവർ ഈ ഗവൺമെന്റിന്റെ 2ാം പിണറായി സർക്കാരിന്റെ പ്രയാണത്തിൽ അത്യന്തം ആശങ്കാകുലരാണ് എന്നതിന് കാരണം ഒരു സംവിധാനം അപ്പടി ഇവിടെ നമ്മൾ കാണുന്ന മാതിരി അൻവറോ ഒരു ADGP-യോ മാത്രമല്ല, ഒരു സർക്കാർ സംവിധാനം അടി മുതൽ മുടി വരെ കളങ്കിതമായിരിക്കുന്നു എന്നാണ് ഓരോ ദിവസത്തെയും വാർത്തകളെ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നോക്കൂ, കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സാധാരണ പൗരന് സുരക്ഷിതത്വം കൊടുക്കേണ്ട നാം വിശ്വസിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് പോലീസ്. പക്ഷെ ഇവിടെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. വേലി തന്നെ വിളവ് തിന്നുകയാണ്. ആരൊക്കെയാണോ കേരളത്തിലെ ക്രമസമാധാന നിലയും കേരളത്തിലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെയും തടയേണ്ടത്, അവരൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ പങ്കുപറ്റുകയും അത്തരം പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിലേക്ക് പരോക്ഷവും പ്രത്യക്ഷവുമായി ഇടപെടുന്നതിന്റെയും നിരവധി ഉദാഹരണങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ADGP അജിത് കുമാർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നതിൽ ഇത്രമാത്രം വൈകുന്നത് എന്നതിന് ഈ സച്ചിദാനന്ദൻ സാറെ പോലെയുള്ള ബലദേവിനെ പോലെയുള്ള ആളുകൾക്ക് പോലും തൃപ്തിപരമായി ഉത്തരം കഴിക്കാൻ സാധിക്കുന്നില്ല. 17ഓളം MLA-മാരുള്ള CPI വളരെ രോഷാകുലരായി പ്രതികരിക്കുന്നു മാർക്കറ്റിൽ പുറത്തു വെച്ചിട്ട്. പക്ഷെ ഇടതുമുന്നണിയുടെ യോഗത്തിലെത്തുമ്പോൾ അവർ പൂച്ച പോലെ പതുങ്ങി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ പോലും ഈ അമ്പിൽ നിന്നും വിമുക്തരല്ല. ഇവിടെ ഞാൻ പറഞ്ഞു ഒരു സംവിധാനമാകെ എന്ന് ഞാൻ പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഇത് കേവലം ADGP അജിത് കുമാറോ ഒരു സുജിത് ദാസോ ഇന്നൊരു പക്ഷേ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള 2 SP-മാരും ഒരു DYSP-യും ഉണ്ട് എന്ന് വാർത്തകൾ പുറത്തു വന്നുകൊണ്ട് എത്രത്തോളം അതിൽ ആധികാരികതയുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം ശരിയല്ലേ, കേരളത്തിലെ പോലീസ് സേന അടിമുടി കളങ്കിതമായതിന്റെയും അവരുടെ കൂടെ പിന്തുണയോടെയും അല്ലേ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൻവറിന് നമുക്ക് അത്ര നിഷ്കളങ്കനായ സത്യസന്ധനായ ബൽദേവ് സാറ് പറഞ്ഞ മാതിരിയിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കാൻ എനിക്ക് കഴിയാത്തത് രാജ്യത്തെ നിയമത്തോടും രാജ്യത്തിലെ സാധാരണക്കാരുടെ പ്രതിബദ്ധതയാണോ അദ്ദേഹത്തെ ഇന്ന് തുറന്നു പറയാൻ പ്രേരിപ്പിച്ചത്?
അദ്ദേഹം അതിന് കണ്ടെത്തിയ മാർഗം എന്തൊക്കെയാണ്? സാർ തന്നെ പറഞ്ഞു, ഒരു പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള നീചമായ ഹീനമായ കടന്നുകയറ്റമാണ് ഒരാളുടെ ഫോൺ ചോർത്തുക എന്നുള്ളത്. MLA സ്വയം തുറന്നു പറഞ്ഞിരിക്കുന്നു, ഞാൻ ഈ സംവിധാനം കളങ്കരഹിതമാണെങ്കിൽ, ഈ സംവിധാനം കുറ്റമറ്റതാണെങ്കിൽ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതും ചോദ്യം ചെയ്യപ്പെടേണ്ടതും അൻവറിനെതിരെയല്ലേ? മാത്രമല്ല, അൻവറിന് ഇന്ന് രോഷാകുലരാവാനുള്ള ഒരു കാരണം, അൻവർ എനിക്ക് തോന്നുന്നു 2 തവണ അദ്ദേഹം പോലീസിന്റെ മുന്നിൽ പോയി. കഴിഞ്ഞ ദിവസം DGPയെ കണ്ടു, സംസ്ഥാന പോലീസ് മേധാവിയെ നോക്കൂ. എന്നിട്ടും ഇക്കാര്യം ചർച്ച ചെയ്തേയില്ല. അതായത് ഫോൺ ചോർത്തിയ കാര്യം. അവിടെയാണ് അനിൽ നമ്പ്യാരെ നമ്മുടെ സംശയത്തിന് ആക്കം കൂട്ടുന്നത്. യഥാർത്ഥത്തിൽ അൻവറിന്റെ ലക്ഷ്യം എന്താണ്? യഥാർത്ഥത്തിൽ പോലീസ് സേനയ്ക്കകത്തു നിന്നും അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കുന്നില്ലേ? അദ്ദേഹത്തിന് ഇത്തരം നീച പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഭയക്കുന്നതിന്റെ വികാരം എന്താണ്? അടക്കിപ്പിടിച്ച വാർത്തകൾ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നതൊക്കെ വെറും ഓലപ്പടക്കമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇത്ര നീചമായ കുറ്റകൃത്യം ചെയ്ത ഒരു MLA, എന്റെ അറിവിൽപ്പെട്ടിടത്തോളം MLAക്ക് ഫോൺ ചോർത്താനുള്ള പ്രത്യേകമായ പരിഗണനയോ സാധ്യതകളോ ഒന്നും ഇന്ത്യൻ ഭരണഘടനയോ കേരളത്തിലെ നിയമസഭയിലോ അദ്ദേഹത്തിന് പ്രത്യേകമായ പരിരക്ഷയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്തരം നീച പ്രവൃത്തി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? നമ്മുടെ ക്യാപ്ഷൻ തന്നെ ശരിയാണ്, പോലീസ് സേനയ്ക്കകത്ത് കള്ളന്മാരുണ്ടോ? എനിക്ക് ലഭിച്ച വിവരം, തന്റെ ഇംഗിതത്തിനനുസരിച്ച് കേരള പോലീസിനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് MLA നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കേരളത്തിലെ പോലീസ് സേനയ്ക്കകത്തുള്ള ചില സംവിധാനങ്ങൾ, ചില വ്യക്തികൾ എന്ന് ഞാൻ പറയില്ല, ചില സംവിധാനങ്ങൾ കേരളത്തിൽ വിമർശന വിധേയമായ പോലീസ് സേനയ്ക്കകത്ത് അനഭിലഷണീയമായി രൂപപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിയ ചില സംവിധാനങ്ങളും അദ്ദേഹത്തിനൊപ്പമുണ്ട്. നോക്കൂ, അദ്ദേഹം ഇപ്പോൾ ഫോൺ കോളുകൾ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താണ്? പോലീസ് ആസ്ഥാനത്ത് അതീവ രഹസ്യമായി സൂക്ഷിച്ച പല രേഖകളും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. അദ്ദേഹം ഇപ്പോൾ കേവലം ഇത് പുറത്തു വരാൻ മാത്രമല്ല, അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയിടത്തോളം പോലീസ് സേനാംഗങ്ങൾക്ക് ഉത്തരവ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം മന്ത്രിയല്ല, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളല്ല, ഉദ്യോഗസ്ഥനല്ല. നോക്കൂ, അദ്ദേഹം പറയുന്നു മാമി കേസിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റാൻ പാടില്ല. ഇത് പറയാൻ അൻവർ ആരാണ്? അൻവറിനെ നിയന്ത്രിക്കുന്നവരാരാണ്? ഇന്ന് അദ്ദേഹം കൈവശപ്പെടുത്തിയിരിക്കുന്ന രേഖകൾ നോക്കൂ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഫോണുകൾ പോലും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. കേരള മുഖ്യമന്ത്രിയുടെ രേഖകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്താണ് മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ നാളെ കേരളത്തിൽ അൻവറിന് താല്പര്യമുള്ള വിഷയങ്ങൾ ഏത് രൂപത്തിൽ അന്വേഷിക്കണം എന്ന് തീരുമാനിക്കാൻ അതിന് ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ വന്നാലും അദ്ദേഹത്തിന് തന്റെ വരുതിയിൽ നിർത്താനുള്ള രേഖകൾ അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടുന്നു? സ്വാഭാവികമായിട്ടും പോലീസ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതീവ രഹസ്യമായി സുരക്ഷിതമായിട്ട് അയക്കുന്ന രേഖകൾ ഒരു സാധാരണ MLAക്ക് 140 MLAമാരിൽ ഒരാൾ മാത്രമായ അൻവറിന്, അതും ഒരു പാർട്ടിയുടെ പിന്തുണ പോലും ഇല്ലാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ഒരു അൻവറിന് ഈ തരത്തിൽ രേഖകൾ നിഷ്കളങ്കമായി കൈവശപ്പെടുത്താനെന്ന് കരുതാൻ നമുക്ക് അത്രയും എളുപ്പത്തിൽ സാധിക്കുമോ? എന്റെ ഇപ്പോഴത്തെ സംശയം, പോലീസ് ആസ്ഥാനത്ത് നിന്ന് നഷ്ടപ്പെട്ട രേഖകളുടെ നിജസ്ഥിതിയും അതിന്റെ ഗ്രാവിറ്റിയും അതിനെക്കുറിച്ചുള്ള ബോധമെങ്കിലും കേരളത്തിലെ പോലീസ് സേനയ്ക്കുണ്ടോ? ഇത്തരം ഒരു ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത MLAക്കെതിരെ നിയമ നടപടികൾ അനിവാര്യമല്ലേ? അതെ. അദ്ദേഹത്തിന്റെ കൈവശം അദ്ദേഹം സൂക്ഷിച്ചിരിക്കുന്ന രേഖകൾ പോലീസ് പിടിച്ചെടുക്കേണ്ടതല്ലേ? പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റുള്ളവരുടെയും ഫോൺ രഹസ്യമായി ചോർത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്നും അദ്ദേഹത്തിന്റെ സ്വന്തമാണോ എന്നും, അതല്ല പോലീസ് ചോർത്തുന്നതാണെങ്കിൽ അത് കൈവശപ്പെടുത്താനും അദ്ദേഹത്തിന് ഇവിടുന്ന് കഴിയുന്നു. അപ്പൊ അദ്ദേഹത്തെ ചോദ്യം ചെയ്താലല്ലേ ഇത് മനസ്സിലാവുകയുള്ളൂ. അദ്ദേഹത്തിന് കിട്ടിയ ഫോൺ കോളുകൾ എങ്ങനെയാണ്? അദ്ദേഹം സ്വയം ചോർത്തിയതാണോ? അതല്ല പോലീസ് ആസ്ഥാനത്ത് നിന്നും കിട്ടിയതാണെങ്കിൽ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ കിട്ടിയതാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ ഫോണുകൾ ചോർത്താനുള്ള അധികാരാവകാശങ്ങൾ ഉണ്ടോ? നാളെ ഇത്തരം രേഖകളും റിപ്പോർട്ടുകളും വെച്ച് അദ്ദേഹം പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തില്ല എന്ന് പറയാൻ സാധിക്കുമോ? അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഈ രേഖകൾ പോലീസ് കണ്ടെത്തേണ്ടതല്ലേ? അതൊക്കെ ബലദേവ മാഷ് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു, വളരെ പ്രസക്തമാണ്. മറുപടി. ഞാൻ തുടക്കത്തില് പറഞ്ഞല്ലോ, ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് അനുസരിച്ച് ഫോൺ ചോർത്തൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഓർഡറോ കോർട്ട് ഓർഡർ വെച്ച് ചെയ്യാവൂ. അല്ലാതെ ആര് ചോർത്തിയാലും അത് തെറ്റാണ്.
അവരെ അല്ല, ജയിലിൽ ഫോൺ ചോർത്തൽ മാത്രമല്ല, ചില പ്രധാനപ്പെട്ട രേഖകൾ കൂടി കൈവശപ്പെടുത്തിയിരിക്കുന്നതാണ് പറയുന്നത്. പോലീസിലൊരു വിഭാഗത്തിന്റെ രേഖകൾ കൈവശപ്പെടുത്തിയായിട്ടൊന്നും ഗവൺമെന്റ് അറിവൊന്നുമില്ല. അല്ല, അത് പറഞ്ഞുള്ള അല്ല, അറിവ് വേണ്ട. പക്ഷേ അദ്ദേഹം പറഞ്ഞു പ്ലീസ്. സന്ദീപാനന്ദ ഗിരിയുടെ അന്വേഷണ റിപ്പോർട്ട് പോലീസിന് അതീവ രഹസ്യമായി കിട്ടിയ ഒരു അന്വേഷണ റിപ്പോർട്ട്, ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരായ രേഖകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്നും ലഭ്യമാണ്. കേവലം ഫോൺ കോളുകളല്ല സച്ചിദാനന്ദ സാർ. അതെ, ഞാൻ പറയാം. അതായത് ഇവിടെ സുഭാഷ് ബോസ് സാർ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ പലപ്പോഴും ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകളാണെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ആ കേസ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണെങ്കിൽ ആ റിപ്പോർട്ടുകൾ കോടതിയിൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ കോടതിയിൽ കൊടുക്കുകയാണെങ്കിൽ ആർക്കും അത് എടുക്കാം. ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിൽ അത് പറയുന്നുണ്ട്. കോടതിയിൽ പറഞ്ഞത് ഞാൻ കേസുമായി ബന്ധപ്പെട്ടതല്ല വെല്ലു സാർ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചില നീചമായ പ്രവർത്തനങ്ങളെ കുറിച്ച് അതീവ രഹസ്യമായോ അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്ത് എത്തിച്ച രേഖകൾ അത് അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക് ഡൊമൈനിലുള്ള രേഖയല്ല. ഞാൻ മനസ്സിലാക്കിയെടുക്കണം. അല്ല, അന്വേഷിക്കണമെന്ന് ലാഘവത്തോട് പറഞ്ഞു പോയാൽ പോരല്ലോ. അൻവറിന് കിട്ടുന്ന പ്രത്യേക പരിഗണന. അല്ല, ഇതിലൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് നമുക്ക് തന്നെ അറിയില്ല. കാര്യം അദ്ദേഹം പറഞ്ഞെന്താ, എന്റെ കയ്യിൽ എല്ലാത്തിനും വ്യക്തമായ രേഖകളുണ്ട് എന്ന് അദ്ദേഹം പലതിനും പറഞ്ഞു. പക്ഷെ ഇന്ന് വരെ ഒരു രേഖ അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. നമ്പ്യാർക്ക് അറിയാമല്ലോ, ജയചന്ദ്രമാഷ്ക്കും അറിയാം. ഒരു രേഖയും അദ്ദേഹം പുറത്തു വിട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ADGP അജിത് കുമാറിന് സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധമുണ്ട്, മാമി തിരോധാന കേസുമായി ബന്ധമുണ്ട്, അവിടെ മറ്റൊരു കൊലപാതകം നടത്തിയിട്ടുണ്ട്, ഒരു വെടിവയ്പിൽ മരിച്ച ഒരു സംഭവം നിങ്ങൾക്ക് നമ്പ്യാർക്ക് അറിയാമല്ലോ, ഒരാൾ മരിച്ച ഒരു സംഭവമുണ്ട്. ഈ സംഭവങ്ങളിലെല്ലാം എന്റെ കയ്യിൽ വ്യക്തമായ രേഖകളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഒരു പെൺകുട്ടിയെ 3 പോലീസ് ഓഫീസർമാര് ഒരു പരാതിയുമായിട്ട് ചെന്നപ്പോൾ ബെന്നി ഉൾപ്പെടെയുള്ള DYSP ഉൾപ്പെടെയുള്ള പോലീസുകാർ ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസ്, ഇതൊക്കെ എന്റെ കയ്യിൽ രേഖകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇതിന്റെയൊക്കെ രേഖകൾ എവിടുന്നാണ് അവിടെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം DGP കണ്ടപ്പോൾ രേഖകൾ കൈമാറിയെന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഇല്ലില്ല, രേഖകളൊന്നും ഇതിനൊക്കെ എങ്ങനെയാണ് രേഖകൾ? ഇത് തന്നെ മറ്റേ ആ സ്ത്രീയുടെ നമ്മൾ പറയുന്ന ഒരു വാമൊഴി മാത്രം. MD വാസുദേവൻ വടക്കൻ വീരഗാഥയ്ക്ക് കോടതിയിൽ കേസ് എന്നാ പറഞ്ഞത്. ഇതിന് വാമൊഴി മാത്രമേ രേഖകൾ ഡിജിറ്റൽ തെളിവുകളാവാം. അടുക്ക ബലദേവ് സച്ചിദാനന്ദൻ അല്ല, ഡിജിറ്റൽ തെളിവുകളാവാം, കണക്ട് ചെയ്യുന്ന. അല്ല, ഇപ്പൊ ADGP ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച ഇപ്പൊ അദ്ദേഹം ഫോൺ ചോർത്തൽ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള അദ്ദേഹം പറഞ്ഞ എന്താ, ADGP MR അജിത് കുമാറിൻ്റെ ബന്ധുക്കളുടെ ഫോണല്ലേ ചോർത്തിയിരിക്കുന്നത്. അവരുമായിട്ട് അജിത് കുമാർ സംസാരിക്കുന്നതും ഈ അളിയന്മാർ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കൃത്യമായിട്ട് അജിത് കുമാറിന് സ്വന്തമായി സ്വർണ്ണക്കടത്ത് സംഘം പോലും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, മലപ്പുറം നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് വളരെ കൂടുതലായിട്ട് സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്, സ്വർണം പൊട്ടിക്കൽ നടക്കുന്നുണ്ട്. അതാണ് അതിനകത്ത് കേരള പോലീസ് മാത്രമല്ല ഉത്തരവാദി. കേരള പോലീസിന് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഈ സ്വർണ്ണക്കടത്ത് എയർപോർട്ടുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എയർപോർട്ട് വഴി സ്വർണം പുറത്തു വരുന്നു. ഈ സ്വർണം കൂടുതലും ദുബായിൽ നിന്നോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്ലെയിനിൽ അല്ല, ഈ ഇരിക്കുന്ന എല്ലാവരും പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളത്. കസ്റ്റംസിലുള്ള എത്ര പേരെ ഈ സ്വർണ്ണക്കടത്തിന് സഹായിച്ച എത്ര പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ നമ്പേരെ അതല്ല. ഞാനിപ്പോൾ ദുബായിൽ നിന്ന് നമ്മൾ എവിടെ പരിശോധിക്കുന്നത്? ദുബായ് എയർപോർട്ടിലാണ് നമ്മുടെ ബോഡി സ്കാൻ ചെയ്യുന്നത്, നമ്മുടെ ബാഗ് സ്കാൻ ചെയ്യുന്നതല്ല. പിന്നീട് പരിശോധനയില്ല. നമ്മൾ കൊച്ചി എയർപോർട്ടിൽ വന്ന് നമ്മുടെ ബാഗുമായിട്ട് പുറത്തു വരികയാണ് ചെയ്യുന്നത്. സംശയമുള്ളവരെ മാത്രമേ അവിടെ പോലീസ് പരിശോധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കസ്റ്റംസോ എയർപോർട്ട് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെ പരിശോധിക്കത്തുള്ളൂ. അപ്പോൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ എന്റെ കയ്യിൽ സ്വർണം ഉണ്ടെങ്കിൽ ആ ദുബായ് എയർപോർട്ടിലാണ് പരിശോധിക്കുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് കയറുന്നു, അല്ലെങ്കിൽ അമേരിക്ക, സിംഗപ്പൂരിൽ. ഞാൻ സിംഗപ്പൂരിൽ പോയി, ഞാനും എന്റെ വൈഫൂടെ സിംഗപ്പൂരിൽ പോയി, ഞങ്ങൾ അവിടുത്തെ കുറച്ച് സ്വർണം വാങ്ങിച്ചു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ അടയ്ക്കുന്ന GST എയർപോർട്ടിൽ കൊണ്ടുവന്ന് പാസ്പോർട്ട് കാണിക്കുമ്പോൾ ആ പൈസ മൊത്തം നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഒരു പവന്റെ പുറത്തൊരു 10,000 നമുക്ക് ലാഭമുണ്ട്. ഇവിടെ വന്ന് ഞങ്ങൾ ആഭരണങ്ങളാണ് കൊണ്ടുവന്നത്, ഇവിടെ ആരും പരിശോധിച്ചില്ല. എന്റെ കൂടെ വന്നവരെല്ലാരും ഗോൾഡ് മാർക്കറ്റിൽ സ്വർണം വാങ്ങിച്ചുകൊണ്ട് വന്നു. എല്ലാവരും 4-5 പവനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവിടെ ആരും പരിശോധിച്ചില്ല. കാരണം അതിന് കറക്റ്റായിട്ട് ബില്ലുകളുണ്ട്, GST അടച്ച രേഖകളുണ്ട്, എല്ലാം ചെയ്തു. അപ്പൊ ഇത് പരിശോധിക്കേണ്ടത് ഏത് എയർപോർട്ടിൽ നമ്മൾ കയറുന്നു അവിടെയാണ് പരിശോധനയ്ക്ക് വിധേയമാകുന്നത്.
അപ്പോൾ തിരുവനന്തപുരത്ത് വന്നാൽ കൊച്ചിയിൽ വന്ന് അവർ ഫ്രീ ആയിട്ട് പുറത്തേക്ക് പോവുകയാണ്. ആ പുറത്തിട്ട് പോലീസ് പിടിക്കുന്നു. പുറത്തിട്ട് പോലീസ് കൃത്യമായിട്ട് നൂറുകണക്കിന് ആൾക്കാരാണല്ലോ ഒരു പ്ലെയിനിൽ വരുന്നത്. അവരെ വ്യക്തമായിട്ട് പുറത്തിട്ട് കേരള പോലീസ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റംസിൽ നിന്ന് കേരള പോലീസിന്റെ രേഖകൾ പോകുന്നു. അതാണ് അൻവർ പറഞ്ഞത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ട്. അതാണ് വഴിക്കിട്ട് ഈ സ്വർണ്ണങ്ങൾ പിടിക്കുന്നു. 5 കിലോ പിടിച്ചാൽ കേസ് വരുമ്പോൾ 1 കിലോയേ ഉള്ളൂ, 4 കിലോ എങ്ങോട്ട് പോയെന്ന് ആർക്കും പറഞ്ഞില്ല. അപ്പൊ അവരെ മർദ്ദിക്കുന്നു, ആ രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും ഇടതുപക്ഷത്തുള്ളവർ പോലും അംഗീകരിക്കുന്നില്ല MR അജിത് കുമാർ ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് തുടരുന്നത്. ശ്രീ സുഭാഷ് ബാബു, MR അജിത് കുമാർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രമാദമായ ഒരു കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ADGPക്ക് തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനത്തിൻ്റെ അന്വേഷണ പുരോഗതി ADGP MR അജിത് കുമാറിനെ തന്നെ അറിയിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് DGP ദർവേഷ് സാഹിബ് വിശദീകരണം തേടിയിട്ടുണ്ട്. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് മാറ്റാതിരുന്നതിൻ്റെ ദോഷങ്ങളല്ലേ ഇതൊക്കെ? മാത്രമല്ല, ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്ക് യാതൊരു കാരണവശാലും ഈ സർവീസിലിരിക്കുന്ന കാലത്തോളം ഇദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അതിനുള്ള തൻ്റെ ഇടം കാണിക്കുമോ? ADGP ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഒക്കെ മേലധികാരിയായിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കി, എന്നിട്ട് ആ സ്പെഷ്യൽ ടീമിനോട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. അന്വേഷിക്കാൻ പറയുന്നത് വെറും എൻക്വയറിയാണ്, ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ കേസ് എടുത്ത് അതിനകത്തിലെ വിവരങ്ങളൊക്കെ കേസ് ഫയൽ എഴുതിപ്പെട്ടതിന് ശേഷം വരും. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ എൻക്വയറി ആണ്. ചില ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും, അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം ആ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് കിട്ടുന്ന രേഖകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചതിന് ശേഷം അതിനകത്തു നിന്നൊരു നിഗമനമാണ് റിപ്പോർട്ടായിട്ട് പോകുന്നത്. ഇവിടെ ഈ ഉദ്യോഗസ്ഥരൊക്കെ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് വിവിധ റാങ്കുകളിൽ. അപ്പൊ അദ്ദേഹവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഈ IPS ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചോളം അവർ എണ്ണം കുറഞ്ഞതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായ ബന്ധം പരസ്പരമുള്ള ആളുകളാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ, കേരളത്തിലെ IPS ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും നല്ലവരാണെന്നൊന്നും പറയുന്നതിൽ ഒരു വളരെ ചെറിയ ന്യൂനപക്ഷം, വളരെ വലുതായിട്ടുള്ള അഴിമതിയും അതേമാതിരി തന്നെ പല സ്വഭാവ ദൂഷ്യങ്ങളും ഒക്കെ കാണിക്കുന്ന ആളുകളാണ്. അപ്പൊ അതിൽ എത്ര ആളുകളെ ഏതൊക്കെ സാഹചര്യത്തിൽ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയുന്നതാണ്. അത് വളരെ വ്യാപകമായിട്ട് പരാതികൾ ഉണ്ടായി. അത് അന്വേഷിച്ചതിന് ശേഷം ശരിയാണെന്ന് പറഞ്ഞു താൽക്കാലികമായിട്ട് പ്രൊമോഷൻ തടഞ്ഞു വെച്ചു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് സ്ഥാനചലനം കൊടുത്തതിന് ശേഷം ആത്യന്തികമായിട്ട് എന്താ സംഭവിക്കുന്നത്? കൃത്യമായിട്ട് ആ വ്യക്തിക്ക് പ്രൊമോഷൻ കൊടുക്കും. അവസാനം അദ്ദേഹത്തിന് DGP വരെ എത്താനുള്ള എല്ലാ പഴുതുകളും തുറന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇവര് അടിച്ചു മാറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മളിപ്പോ ആളുകളുടെ പേര് പറയണ്ട, പേര് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്യുന്ന ഒരു പരസ്പര സഹായ സംഘമാണ് അവര് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ഭയവുമില്ല. കാരണം ഞാൻ മുൻപേ അത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണം, അവർ പരസ്പരം സഹായിച്ചിരിക്കും. അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥർ ഏതെങ്കിലും രീതിയിൽ കർശനമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ മറ്റു ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുക. ആ സ്വാധീനിച്ചതിന് ശേഷം ഇത് ആ വ്യക്തിയെ സഹായിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചുവിടണം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നടക്കുന്നത് എന്താന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് KJ ജോസഫ് സാർ പോലും ചില ഉദ്യോഗസ്ഥന്മാരെ വളരെ കർശനമായ രീതിയിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം അവസാനം പരാജയപ്പെട്ടു എന്നുള്ളത് എനിക്ക് നേരിട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ പോലും സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇതേമാതിരി ഒരു ഉദ്യോഗസ്ഥനെ നമ്മളുടെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ അന്വേഷിച്ച് കൊണ്ടുപോകും. പ്രത്യേകിച്ച് ഒരു എൻക്വയറി നടത്തുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുക, സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം ആ സ്റ്റേറ്റ്മെന്റിനകത്ത് രേഖയൊക്കെ റെക്കോർഡാക്കി കേസിന്റെ ഭാഗമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സഹായിക്കാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ സഹായിക്കാൻ ആവശ്യമായ രീതിയിലുള്ള മൊഴി രേഖപ്പെടുത്തിയാൽ മതി. കാരണം ഇത് രേഖപ്പെടുത്തിയതിന് ശേഷം സാക്ഷിയെ സംബന്ധിച്ചിടത്തോളം മൊഴിയെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് ചോദിച്ചാൽ തന്നെ കൊടുക്കാൻ നമുക്ക് നിയമപരമായിട്ടൊന്നും ബാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അന്വേഷണം നടക്കുന്നത് ശരിയായ രീതിയിൽ പോകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും. അതിന് മറ്റേതെങ്കിലും രീതിയിലുള്ള ഇപ്പൊ തന്നെ ഇവിടെ തന്നെ അദ്ദേഹത്തിന്റെ പക്ഷത്തല്ലാതെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരെ കൊണ്ട് അന്വേഷിക്കുക. ഇപ്പം ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞ ഒരു നല്ല ശുദ്ധാത്മാവാണ്, നല്ല വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് അവിടെ ഒരു ചെയർ DGP ആയതിനു ശേഷം പാരലൽ DGPയുടെ ആക്ടിംഗ് DGP ആയിട്ട് പ്രവർത്തിക്കുന്നത്
ശ്രീ അജിത് കുമാറാണ്. അത് അദ്ദേഹത്തിന്റെ ചാനലിൽ റൈറ്റ് ഫ്രം പോലീസ് സ്റ്റേഷൻ ടു ഹോം മിനിസ്ട്രിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ബാഹ്യ ശക്തികളായിട്ട് അല്ലെങ്കിൽ ബാഹ്യ പ്രവർത്തിയിലുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ മുഖ്യധാരയിലെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഈ സ്രോതസ്സാണ്. ഈ സ്രോതസ് സംരക്ഷിക്കപ്പെടാൻ സാധിക്കുന്ന ഏതൊരു പ്രശ്നങ്ങളെയും അദ്ദേഹത്തിലൂടെ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ പരിഹരിക്കപ്പെടുന്നതിന് ആ നെക്സസ് ആണ് ഇത്രയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇത് ഗുരുതരമായി മാറ്റാനുള്ള കാരണം. ഇപ്പം മലപ്പുറം SP സുജിദാസിന്റെ ആയാലും അദ്ദേഹത്തിന്റെ ഒത്താശയോടും സഹായത്തോടും കൂടിയിട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഒരു പരിധി എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വർണ്ണം കളിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ താൽക്കാലികമായിട്ട് തെറ്റി. അതുകൊണ്ട് അദ്ദേഹത്തെ അതുകൊണ്ടല്ലെങ്കിൽ പോലും അതിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റി. അവിടെ ഇതിനേക്കാൾ കൂടുതൽ മേയാൻ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്, എയർപോർട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇങ്ങനെ ചെയ്താൽ ഇത് മുഴുവൻ ഇതിന്റെ ഇതിന്റെ എന്താ പറഞ്ഞത് ഫലം ആസ്വദിച്ചുകൊണ്ടിരുന്ന വ്യക്തികളെ പരസ്പരം സഹായി അല്ലാതെ നിൽക്കാൻ അവർക്ക് സാധ്യമല്ല. പരസ്പരം സഹായികളായിട്ട് നിന്നിട്ടാണ് ഇത് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഇതിലൊക്കെ ആണെങ്കിൽ ശരി, ഇപ്പം ശ്രീ സുജിദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരം മോഷ്ടിച്ചിട്ടുണ്ട്. മരം മോഷ്ടിച്ചതിന് കേസെടുത്തുകൂടെ? കേസെടുത്താൽ മാത്രമേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തോ നടക്കുന്നു എന്ന് തോന്നുള്ളൂ. അത് എൻക്വയറി എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രഹസനമാണ്. അത് അവസാനം തട്ടിക്കൂട്ടി അവസാനം ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി അല്ലെങ്കിൽ ഡിസിപ്ലിൻ പ്രൊസീഡിങ്സിലേക്ക് കൊണ്ടുവന്ന് അത് അവസാനിപ്പിച്ച് ഒന്നും അല്ലാണ്ടാക്കുക. അത് കാലവിളംബം വരുന്നതോടുകൂടിയിട്ട് ഇതൊക്കെ മുഴുവൻ അർത്ഥശൂന്യമായി പോയി നടപടികളും. അതുപോലെ തന്നെ ഇപ്പം അൻവർ എന്ന് പറയുന്ന MLA, അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹം പരസ്യമായിട്ട് വന്നിട്ട് കുറ്റസമ്മതം നടത്തുവാണ്. ഞാൻ ഇന്ന പോലെ ഫോൺ ചോദിച്ചിട്ടുണ്ട്. അത് ഗൗരവതരമായ ഒരു കുറ്റമാണ്. പോലീസിൽ പോലും അന്വേഷണ ആവശ്യാർത്ഥമായിട്ട് മേലുദ്യോഗസ്ഥന്മാരുടെ DGP ഉൾപ്പെടത്തെ അനുവാദത്തോടു കൂടി മാത്രം രേഖാമൂലമായിട്ട് മാത്രം ഉത്തരവോട് കൂടിയിട്ട് മാത്രമേ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ, അവർക്ക് ഫോൺ ചോർത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇനി ഇന്റലിജൻസ് ആവശ്യത്തിന് സ്ഥിരമായിട്ട് ഗവൺമെന്റുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗവൺമെന്റ് ഹോം മിനിസ്ട്രിയിൽ സെക്രട്ടറിയുടെ ഉത്തരവോട് കൂടിയിട്ട് അത് ചീഫ് സെക്രട്ടറി ഹോം സെക്രട്ടറി ഒക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ ഒരു പരിധി വരെ ശരിയാണ്. കേരള പോലീസിൽ ഇങ്ങനെ ചോർത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട്. രഹസ്യമായിട്ട് അവസാനം വാങ്ങിയപ്പോഴാണ് വളരെ എന്താ പറയുക വസ്തുനിഷ്ഠമായിട്ട് ഫോൺ ചോർത്താൻ പറ്റിയ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പാരലായിട്ട് ഇവിടെ ഫോൺ ചോർത്തൽ പലർക്കും ചെയ്യാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്. അപ്പൊ ആ വഴിക്കായിരിക്കും മിക്കവാറും അൻവറിനും കിട്ടിയിരിക്കുന്നത്. കാരണം ഈ പോലീസിലെ ഈ ചെയിൻ, പോലീസ് സ്റ്റേഷൻ ടു ഹോം മിനിസ്ട്രി ഉള്ള ചെയിനിന്റെ പുറത്തുള്ള ഉദ്യോഗസ്ഥന്മാര് അതീവ ദുഃഖിതരും അതിനേക്കാൾ ഉൾപ്പെടെ പകയും വിദ്വേഷത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വിഭാഗത്തിനെ കാണുന്നത്. അതിലേറ്റവും അവരുടെ മുഖ്യ ശത്രു ശരിക്കും ADGP ആണ്. അദ്ദേഹത്തിനെ ഏതെങ്കിലും രീതിയിൽ അകപ്പെടുത്തുക എന്നുള്ളതിന്റെ ഫലമായിട്ടാണ് പല ഉദ്യോഗസ്ഥന്മാരും ഈ അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ സുജിദാസ് ആയാലും ശരി, അതുപോലെ തന്നെ ഈ ADGP ആയാലും ശരി, പലപ്പോഴും ഒരു വൈര്യ നിര്യാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഏതാണ്ട് മഹാഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥർ എനിക്കറിയാവുന്ന പറഞ്ഞാൽ ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തൊരു സ്ഥലമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മളോട് പറയും, സാർ ഇങ്ങനെയാണോ അത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് പറയും, ഇതാണ് സാർ അവിടെ നടക്കുന്ന കാര്യം. ഈ ഫോൺ പൊട്ടിക്കലൊക്കെ എന്നോട് അവർ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന മാതിരിയാണ് സാർ ചെയ്യുന്നത്, അത് എന്റെ ഉള്ളിൽ രഹസ്യം ഇതാണ്, അത് ഇന്ന കേസിൽ ഇത്ര അവര് പിടിച്ചിരുന്നു, അത് പിടിച്ചതിന് ശേഷം ഇന്ന മാതിരി കൊടുത്തു എന്നൊക്കെ കൃത്യമായിട്ട് അവർ പറയും. പക്ഷെ അവരോട് നേരിട്ട് ചോദിച്ചാൽ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോഴും പറയില്ല. അപ്പൊ എന്നോട് അന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരായ ചിലപ്പോൾ ഞാൻ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, ചിലപ്പോൾ അദ്ദേഹം വെറുതെ പറഞ്ഞാന്നേ പറയുള്ളൂ. അപ്പൊ അങ്ങനെ പലരും ഈ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഈ മരം മുറിച്ച കേസും അത് അവിടെ നിന്ന് കൊണ്ടുപോയതായാലും കോട്ടക്കിൽ കൊണ്ടുപോയി ഫർണിച്ചർ ഉണ്ടാക്കി കൊണ്ടുപോകും, വീട്ടുകാരും ഉണ്ടായാലും അതുപോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ചുട്ട് കരിച്ചു എന്ന് പറയുന്ന വിവരം അദ്ദേഹത്തിന്റെ മാതാവ് ഇവിടുത്തെ അവർക്ക് പരിചയമുള്ള ഇദ്ദേഹത്തോടു കൂടി ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ച കഥ വരെ പറയുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ. അത് നമ്മൾ പുറത്തുനിന്നല്ല അറിയുന്നത്, നമ്മൾ അവരിൽ നിന്നാണ് അറിയുന്നത്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത്ര കൂടുതൽ ഈ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ് ഈ സുജിദാസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ അരിവ് പിടിച്ചുകൊണ്ട് എല്ലാ രീതിയിലും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല. അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പേര് എന്ത് നടപടി അദ്ദേഹത്തിനോട് ചേർന്നൊക്കെ അദ്ദേഹത്തിന്റെ ഇതേമാതിരിയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തമസ്കരിച്ചിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. കാരണം അതിനിപ്പം അദ്ദേഹത്തിന് രാഷ്ട്രീയമായാലും ശരി, അതുപോലെ തന്നെ സാമ്പത്തികമായാലും ശരി, പിന്നെ ഔദ്യോഗികമായിട്ടുള്ള ഇതായാലും ശരി, അതീവ സ്വാധീനത്തോടുകൂടി അവിടെ എന്താണ് പറഞ്ഞ ഒരു പേർവാഴ്ച നടത്തിയ ഒരു സൂപ്രണ്ട് പോലീസായിട്ടാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പൊതുവിലുള്ള അഭിപ്രായം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊക്കെ ഇത്രയും വലിയ അധികാരം കൈകാളി നേരത്തെ
പറഞ്ഞിരുന്നു. ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ് സത്യാനന്ദൻ പറഞ്ഞു, ജയേന്ദ്ര മാസ്റ്റർ ഒക്കെ പറഞ്ഞത് പ്രകാരം ഈ ഒരു പാരലൽ, ഇതുവരെ കേരള പോലീസ് നമ്മളൊന്നും കാണാത്ത ഒരു പാരലൽ ഇന്റലിജൻസ് സിസ്റ്റം, അതായത് 55ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്തിട്ട് വിവിധ സ്ഥലങ്ങളിൽ സ്വന്തമായിട്ട് ഇന്റലിജൻസ് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഇന്റലിജൻസും ഡിസ്ട്രിക്ട് ഇന്റലിജൻസിനെ മുഴുവൻ നോക്കുകൂട്ടിയായിട്ട് തന്റേതായ ഒരു പ്രത്യേക പോലീസ് സംവിധാനം ഉണ്ടാക്കി എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ എങ്ങനെ ഉണ്ടാകുന്ന കേരള പോലീസിന്റെ അവസ്ഥ എന്താണെന്ന് വിചാരിക്കുക. അതുപോലെ പോലീസ് നശിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ടത്? മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ADGPക്ക് സാധിക്കുമോ? മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മുഖ്യമന്ത്രി അറിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തായാലും ശരി, ഇത് പിന്നീട് പ്രശ്നമാകുമ്പോൾ അദ്ദേഹം അറിഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഇതില് ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ, ഇതേമാതിരി ഇന്റലിജൻസിന്റെ കാര്യങ്ങള് പുറത്തേക്ക് പോകാനും അത് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മളെ രാജ്യസുരക്ഷയെ സമ്മതിക്കുക. സ്വർണ്ണക്കടത്തൊക്കെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമല്ലേ? UAP ആക്ട് പ്രകാരം പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? NIA കൈകാര്യം ചെയ്യേണ്ട കേസുകളല്ലേ ഇതൊക്കെ? ഇതിലിപ്പോ ഒരു കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. ഇപ്പം സുജിദാസിന്റെ പേരിൽ ഏറ്റവും ചുരുങ്ങിയതായിട്ട് വേണമെങ്കിൽ ഈ മരമോഷണം രജിസ്റ്റർ ചെയ്യാം. അൻവർ MLA പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ നമ്മള് ടെലിഗ്രാഫ് ആക്ട് പ്രകാരം IT ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാം. നടപടി വേറെ വരട്ടെ. അതായത് ഇതനുസരിച്ച് നടപടി അന്വേഷണം തെളിവ് ശേഖരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുനിഷ്ഠമായ തെളിവ് ശേഖരണം നടത്തും. അതല്ലാണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു എൻക്വയറി എല്ലാം നടക്കുന്നത് എന്നുള്ള സാധാരണ ജനങ്ങൾക്ക്, നിയമത്തിൽ വ്യവസ്ഥയിൽ വിശ്വാസമുള്ള ആളുകൾക്കും ഒരു പരിധിക്ക് വരെയെങ്കിലും എന്തൊക്കെയോ നടക്കുമെന്നൊരു തോന്നൽ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കണം. ബാക്കി ഇനി ഒരുപാട് പൊട്ടിച്ചു, സ്വർണം പൊട്ടിച്ചു, അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ പോയി അവിടെ ചെയ്തു, അല്ലെങ്കിൽ മാമി കേസ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ഇവിടെ കോഴിക്കോടുകാർക്കൊക്കെ അറിയുന്ന. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഉള്ളു രഹസ്യങ്ങൾ അറിയുന്ന പല ആളുകളെയും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യം തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് മരിച്ചുപോയതാണ്. അദ്ദേഹത്തിനെ കൊല്ലണമെന്ന് അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഭീമമായ ഒരു സംഖ്യ അദ്ദേഹത്തിന്റെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ട് സ്വർണ്ണക്കടത്തിന്റെ പേരിൽ. അതനുസരിച്ച് അദ്ദേഹം മുഖാന്തരം ഇൻവെസ്റ്റ് ചെയ്താലും പണം തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ അതിന് ആരാണ് പ്രധാനം എന്ന് പറഞ്ഞ് നമുക്കിപ്പോ ഏകദേശം ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ സ്വാധീനമുള്ള ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ സാമ്പത്തിക സ്രോതസ്സും അവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സും ഇതിനകത്ത് ഒരു പരിധിവരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തെളിവ്. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇതിൽ വളരെ സത്യസന്ധനും ഊർജ്ജസ്വലമായി കേസ് അന്വേഷിക്കാൻ വേണ്ടി പ്രാപ്തനായ ഒരു SP ക്രൈംബ്രാഞ്ചിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഏൽപ്പിച്ച് വിക്രമൻ എന്ന് പറയുന്ന സാർ. ആ വിക്രമൻ അന്വേഷിച്ച് ഫയൽ അദ്ദേഹത്തിന് എത്തിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ മാറ്റി വേറെ ആൾ. ഈ കേസ് അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് ആ ഉദ്യോഗസ്ഥന്മാരെ മാറ്റാൻ പാടില്ല. ഇദ്ദേഹം തന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ തീർത്ത് പറയുന്നു, ആ വിക്രമനും അദ്ദേഹത്തിന് വിശ്വാസമുള്ള ഉദ്യോഗസ്ഥന്മാരും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കേസ് വളരെ ഭംഗിയായ രീതിയിൽ തെളിയിക്കപ്പെടും. അത് പാടില്ല എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റിയത് എന്നാണ് ഞാൻ ധരിക്കുന്നത്. കാരണം അതില് എന്തായാലും ശരി, ഇതുവരെയുള്ള അന്വേഷണം നേരത്തെ ശ്രീ ബൽദേവ് തന്നെ ഇവിടുന്ന് പറയുന്നുണ്ടായി, അദ്ദേഹം ആരും അറിഞ്ഞിട്ടില്ല. കാരണം അത് ഇവിടെ അങ്ങനെ ഒരു ഈസി ഗോ ആരും ശ്രദ്ധിച്ചില്ല. അതിന്റെ പിന്നിൽ പിരിക്കാൻ രാഷ്ട്രീയക്കാരില്ല. കാരണം ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധമുള്ള ആളുകളൊക്കെയാണ് ഇതിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ മാമി കേസുകളൊന്നും വലിയ പ്രശ്നമാവുന്നില്ല. അപ്പൊ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദിന്റെ ആളുകൾക്ക് പോയി, അല്ലെങ്കിൽ മുഹമ്മദിനെ കാണാനില്ല അവരുടെ ആളുകൾക്ക് പോയി എന്നല്ലാണ്ട് വസ്തുനിഷ്ഠമായിട്ട്, പ്രത്യേകിച്ച് അദ്ദേഹം സാമ്പത്തികമായിട്ട് ഭദ്രതയിൽ നിൽക്കുന്ന ഒരു മോശമില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയിലുള്ള വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ പോയതിനു ശേഷം ഇത്ര ലാഘവത്തോടുകൂടി അന്വേഷിക്കുമെന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നല്ലേ എന്തുകൊണ്ട് അങ്ങനെ അന്വേഷിക്കപ്പെട്ടു. കാരണം അത് ഏറ്റുപിടിക്കാൻ ആരുമില്ല, അവര് മാത്രമേ ഉള്ളൂ വീട്ടുകാര്. അവരിങ്ങനെ പറഞ്ഞു ഒരു സ്റ്റേജിലെത്തി ഇതേമാതിരി എല്ലാം കൂടെ തകിടം പറഞ്ഞ അവസരത്തില് ആണ് അൻവർ MLA-യുമായിട്ട് എടുത്തു. അതെ, അതൊരു നിമിത്തമായി. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അതിൻ്റെതായ താല്പര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ താല്പര്യം എന്താണെന്ന് പറഞ്ഞാൽ പല അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ആളുകളെ സാമ്പത്തിക താല്പര്യം അതിനകത്തുണ്ട് എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ അവരൊക്കെ എന്താ വേണ്ടത്? പോലീസ് സ്റ്റേഷനിലെ പ്രത്യേകിച്ച് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഒരു സ്വാധീന ശക്തി നിലനിർത്തണം. അതിന് കോട്ടം സംഭവിച്ചിരിക്കുന്നു. അത് കോട്ടം സംഭവിച്ചതിന് ഈ ADGP ആയിട്ടുള്ള
പിന്നെ ഒരു ബോട്ടം ടു ടോപ്പ് ലിങ്ക് അല്ലെ അവരുടെ ചെയിൻ, ആ ചെയിനാണ് ഇതിന് തടസ്സം എന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും തമസ്കരിച്ചേ സാധ്യതയുള്ളൂ എന്നുള്ളൊരു നിലപാട് അദ്ദേഹം എടുക്കുന്നത് ഇതാണ്. അത് ഏതെങ്കിലും രീതിയിൽ എത്താതിരുന്നാൽ പോലും പോലീസിനെ സംബന്ധിച്ചുള്ള സമഗ്രമായ നാശമാണ്. പ്രത്യേകിച്ച് അതിന്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിൽ മനസ്സവായ കർമ്മണ അറിയാത്ത ഡിവൈഎസ്പിമാരെ ഈ പ്രസ്ഥാനമായിട്ട് ഒരു ബന്ധമില്ലാത്ത ലോകത്തെവിടെയും കേട്ടില്ല. കേരള ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്നായിട്ട് അവിടുത്തെ 9 ഡിവൈഎസ്പിമാരെ ഒറ്റയടിക്ക് മാറ്റി തുടങ്ങി. എന്താ ഇത്? അപ്പൊ അത് മാറ്റിയതിന്റെ അർത്ഥം എന്താ? കാരണം ആരുടെയോ പരിധിക്ക് വേണ്ടിയിട്ട് ഭരിക്കപ്പെടുന്നു, അതാണ് ഭരണചക്രം തിരിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് അത്രയും മോശമായ, അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അപമാനകരമായിട്ട്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ, യാതൊരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ ഒരു അധപ്പതനം എന്ന് എല്ലാവരും ചിത്രീകരിക്കുന്നത് തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ചെയ്യില്ല പറഞ്ഞു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് അനിൽ നമ്പ്യാർ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടർമാരെ ഒന്ന് മലപ്പുറത്ത് അന്വേഷിച്ച് പരിചയം ഉണ്ടെങ്കിൽ അവർ പറയുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർ ടോട്ടലി ഡിമോറൈസ്ഡ്. സാധാരണ പറയുന്നത് എന്താണ്? പോലീസിന്റെ മനോവീര്യം തന്നെ. മനോവീര്യം എന്ന് പറഞ്ഞ സാധനം ഇല്ല അവിടെ. അവിടെയൊക്കെ ഭീരുക്കളാണ് എല്ലാരും ഭീരുമായി. എന്ന് ഇവര് നാളെ ഞങ്ങളൊക്കെ അവർക്ക് രക്ഷയില്ല എന്ന് പറയുന്ന ഭീരുത്വത്തില് മതിച്ചിട്ട് അവരെ സംബന്ധിച്ച് ഓരോ ദിവസവും എങ്ങനെ ഇത് അവസാനിപ്പിക്കണമെന്ന് അറിയാതെ ജീവിക്കുന്ന ഒരു പോലീസ് വിഭാഗമായി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് പറഞ്ഞാല് ജനങ്ങൾക്ക് പോലീസിൽ പ്രതീക്ഷ വേണം. അത് വളരെ വ്യാപകമായിട്ട് ഇതിനകത്ത് കളങ്കിതരുണ്ട്. ആ കളങ്കിതവരായ പോലീസിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിനും കേസന്വേഷണത്തിലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് വീണ്ടെടുക്കാനുള്ള നടപടികൾ എന്തായാലും ശരി നിയമപരമായിട്ട് പടിപടിയായി എടുത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഗവൺമെന്റിനുണ്ട്, പോലീസ് സംവിധാനത്തിനുണ്ട്. പോലീസ് സംവിധാനത്തിന് ഇത്രയും നീചമായ അവമതിപ്പുണ്ടായ ഒരു സാഹചര്യമില്ല. ഇതിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നതിന് പെട്ടെന്നൊന്നും ഇവർക്ക് സാധ്യമല്ല. ഇത് ഒരു എന്താണ് നമ്മുടെ ചരിത്രത്തിന്റെ കളങ്കമായിട്ട് ലോകാവസാനം വരെ നിലനിൽക്കുമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഇതിപ്പോൾ കുറച്ചു കാലം ഇങ്ങനെ അന്വേഷണ പ്രഹസനം നടക്കും, ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്ക് വേറെ എന്തെങ്കിലും വലിയൊരു വിഷയം വരും, എല്ലാവരും മറക്കും, അല്ലേ? താങ്കൾ പറഞ്ഞതിൽ കുറെ വസ്തുതകളുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, നമ്മുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുമ്പോൾ അങ്ങനെ തന്നെ കാണേണ്ടി വരും. പക്ഷെ ഇവിടെ നമ്മളെ ഭീതിപ്പെടുത്തുന്നത് ഒരു അല്പം മൂല്യങ്ങളൊക്കെ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ പുലർത്തിയ സുഭാഷ് ബാബു സാറ് പറഞ്ഞ ചില വസ്തുതകളാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്ത് നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയും ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. നോക്കൂ, 1-2 വ്യക്തികൾ കളങ്കിതരായാൽ അതിനെ നമുക്ക് തിരുത്തിയെടുക്കാൻ എളുപ്പമാണ്. സ്വാഭാവികമായിട്ടും പോലീസ് സേനയ്ക്കകത്ത് മാത്രമല്ല രാജ്യത്തുള്ള എല്ലാ സംവിധാനത്തിനകത്തും ഒരു 2-3% ക്രിമിനലുകളും കൊള്ളരുതാത്തവരും സാമൂഹ്യ വിരുദ്ധരുമായ ആളുകളൊക്കെ എല്ലാത്തിലും ഉണ്ടാകും. പക്ഷെ ഇന്ന് നമ്പ്യാരെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു സംവിധാനം ഒട്ടാകെ മലിനമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു സംവിധാനമാണ് ഇവിടെ തകർന്നിരിക്കുന്നത്. സംവിധാനം മൊത്തത്തിലാണ് യഥാർത്ഥത്തിൽ കളങ്കിതമായിരിക്കുന്നത്. അതിനെ തിരുത്തേണ്ട ഉത്തരവാദിത്തമുള്ളവരുടെ മൗനമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അനിൽ നമ്പ്യാരും പറഞ്ഞ മാതിരിയില് ഒരുപക്ഷെ ഇന്നത്തേതുപോലെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു വിഷയം വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം വിസ്മരിക്കുകയും ഇതിന് സ്വാഭാവികമായിട്ടുള്ള അന്ത്യം ഒരു നാച്ചുറൽ ഡെത്ത് എന്ന് വേണമെങ്കിൽ പറയാം, അതങ്ങ് അസ്തമിക്കുകയും ചെയ്യും. ഇവിടെ നോക്കൂ, നമ്മുടെ മുമ്പിൽ ഇപ്പോ സുഭാഷ് ദാസ് പറഞ്ഞ മാതിരിയിൽ വളരെ കൃത്യമായ മുൻപോട്ട് പോകാനുള്ള ചരടുകൾ നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നു. നോക്കൂ, ADGP നിസ്സാരക്കാരനല്ല. ക്രമസമാധാന ചുമതലയുള്ള കേരളത്തിനെ വസ്തുത അറിയുന്ന ADGP അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഒരു MLA ഉന്നയിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനുള്ള ആവശ്യമായ വസ്തുതകളും കാര്യങ്ങളും എന്റെ പരിമിതമായ അറിവും അന്വേഷണത്തിലും ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വെച്ച് തന്നെ അതിന് തുടങ്ങാവുന്നതാണ്. രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് ADGP DGPക്ക് മുൻപാകെ കൊടുത്ത മൊഴിയിൽ പറഞ്ഞതായിട്ട് പുറത്തു വന്നിരിക്കുന്ന എന്താണ്? അൻവറിന്റെ പുറകിൽ ഒരു മാഫിയയുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു മൊഴിയുടെ പശ്ചാത്തലത്തിൽ തന്നെ അൻവറിന്റെ പ്രവർത്തനങ്ങളെ, അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ, അദ്ദേഹത്തിന്റെ വസ്തുതകളെ പുറത്തു കൊണ്ടുവരാവുന്നതാണ്. പക്ഷെ അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തെ ഭീതിപ്പെടുന്നതാണ്. സുഭാഷ് ബാബു സാറ് പറഞ്ഞ മാതിരിയില് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം, സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം, കൊലപാതകങ്ങളെ മറച്ചുവെക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം,
രഹസ്യങ്ങൾ കൈവശപ്പെടുത്തി തന്റെ ഇംഗിതത്തിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, ഇതൊക്കെ വെളിച്ചത്ത് വന്ന പശ്ചാത്തലത്തിൽ നാം പ്രതീക്ഷിക്കുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ സംവിധാനത്തെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ടോ? അതാണ് ഇവിടെ നഷ്ടപ്പെടുന്നതും ആ പ്രതീക്ഷയാണ് നമുക്ക് നഷ്ടപ്പെടുന്നതും. ആ നഷ്ടപ്പെടുന്ന പ്രതീക്ഷയാണ് കേരള പോലീസിനകത്ത് സമീപകാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളുമായിട്ട് ഇത് താരതമ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നത്. അൻവറിന് കിട്ടുന്ന പിന്തുണ എവിടെ നിന്നാണ്? രാജ്യത്തിന് പുറത്തുനിന്ന് പോലും അദ്ദേഹത്തിന് പിന്തുണയുണ്ടോ? നേരത്തെ പരാമർശിക്കപ്പെട്ട പച്ച വെളിച്ചം നോക്കൂ, കേരളത്തിലെ പൊതുസമൂഹത്തിനെ ഭീതിജനകമായ രീതിയിൽ കുറ്റപ്പെടുത്തുന്നതിനും ക്രിമിനൽ വൽക്കരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, ആ പോലീസ് സേനയിൽ തന്നെ ഈ വിഭാഗത്തിന്റെ ചില പ്രവർത്തനങ്ങൾ അൻവറിന് ലഭിക്കുന്നുണ്ടോ? പരിശോധിക്കപ്പെടേണ്ടതാണ്. കേരളത്തിലെ പൊതുസമൂഹത്തെ കുറിച്ചുള്ള അതീവ ഗുരുതരമായ രഹസ്യ ലഭിച്ച രേഖകൾ അത് ചില രാജ്യവിരുദ്ധ ശക്തികൾക്ക് കൈമാറിയിട്ടുണ്ടോ? ആ കൈമാറിയിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടോ? അൻവറിന്റെ ഇപ്പോഴത്തെ പ്രകടനം കാണുമ്പോൾ നമുക്കൊക്കെ വിലയിരുത്താൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ നീക്കങ്ങളും വളരെ കൃത്യമായ മുന്നൊരുക്കങ്ങളുടെയും ഒരു പ്രൊഫഷണലായിട്ട് ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന ആരുടെയൊക്കെയോ നിർദ്ദേശങ്ങളും പിന്തുണയും ഉപദേശവും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അത് നിലവിൽ കേരളത്തിലെ പോലീസിനകത്ത് തന്നെയുള്ള ആളുകളാണ് എന്നുള്ള ചില വാർത്തകളും പുറത്തു വരുന്നു. അദ്ദേഹത്തിന് കേവലം രഹസ്യങ്ങൾ ലഭിക്കുന്നതെന്ന് മാത്രമല്ല, ഓരോ ഘട്ടത്തിലും ഏതൊക്കെ കാര്യങ്ങളാണ് മുൻപോട്ട് വെക്കേണ്ടത്, എങ്ങനെയാണ് അതിന്റെ പ്രതിരോധം തീർക്കേണ്ടത്, എങ്ങനെയാണ് തനിക്ക് നാളെ മുൻപോട്ട് പോകേണ്ടത്, പാർട്ടിയുടെ പോലും പിന്തുണയില്ലാതെ മുഖ്യമന്ത്രിയെ പോലും മുൾമുനയിൽ നിർത്താനും പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത് അദ്ദേഹം പുറകോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിഫൻസ് ഒരുക്കേണ്ടത്, എങ്ങനെയാണ് പ്രതിരോധം തീർക്കേണ്ടത്, എങ്ങനെയാണ് ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടേണ്ടത്, തന്റെ ഇംഗിതത്തിനും അല്ലെ തനിക്ക് ഉപദേശം നൽകുന്ന പോലീസ് സേനയ്ക്കകത്തു തന്നെയുള്ള ഇവിടുത്തെ പരാമർശിക്കപ്പെട്ട ഇതിനെ മൊത്തം നിയന്ത്രിക്കുന്ന ചില പുഴുക്കുത്തുകളുടെ കിടമത്സരത്തിന് വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളെയും തങ്ങളുടെ ഇംഗിതത്തിനൊത്ത് മാറ്റുന്ന തരത്തിലേക്ക് കേരളത്തിലെ പോലീസ് സംവിധാനം മാറിയിട്ടുണ്ടെങ്കിൽ ഭീതിപ്പെടുത്തുന്നതാണ്, അത് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. സംവിധാനമാകെ അളങ്കിതാകിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തുക എളുപ്പമല്ല. സംവിധാനത്തിനകത്ത് നിയന്ത്രിക്കുന്നവർ മുഖ്യമന്ത്രിയെ കുറിച്ച് പോലും വരുതിക്ക് നിർത്താവുന്ന രഹസ്യങ്ങൾ അവിടെ കൈവശമുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ മൊത്തം അടിമുടി രാഷ്ട്രീയ നേതൃത്വവും സിവിൽ സംവിധാനങ്ങളും പോലീസ് സേനയും കോർട്ടും എല്ലാം കളങ്കിതരാകുന്ന ഭീതിജനകമായ ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് തമ്പിയാരി. അത് ഭയപ്പെടുത്തുന്നു. ഞാൻ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ പോലീസ് ഏത് കള്ളൻ ഏത് എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ. നേരത്തെ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഈ ഒന്നോ രണ്ടോ ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അവരെ അടിച്ചു പുറത്താക്കാം. പക്ഷേ ആ ഒരു സംവിധാനം തന്നെ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ കേരള പോലീസ് ഇതുപോലെ മലീമസമാക്കപ്പെട്ട ഒരു കാലഘട്ടം ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് തിരുത്തേണ്ട ഭരണ നേതൃത്വം ആവട്ടെ ഈ കൊള്ളസംഘത്തിൻ്റെ തടവറയിലും ആണ്. സമയപരിമിതി കൊണ്ട് ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.